ഇറാനെ യുഎന്നിൽ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ചാരമാക്കി കളഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി നടത്തിയ വിനാശകരമായ പരാമർശങ്ങളെ ഇന്ത്യ നഖശിഖാന്തമാണ് വിമർശിച്ചത്. കശ്മീർ, ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള യുഎന്നിലെ പാകിസ്ഥാന്റെ സ്ഥിരം പ്രതിനിധി മുനീർ അക്രത്തിന്റെ പരാമർശം നീതിരഹിതവും അസംബന്ധവുമാണ് എന്ന് വേണം പറയാൻ. ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശങ്ങൾക്ക് ഇന്ത്യൻ പ്രതിനിധി ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. സമാധാനത്തിന്റെ സംസ്കാരം എന്ന വിഷയത്തിൽ യുഎൻ ജനറൽ അസംബ്ലി യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ഇന്ത്യയുടെ സമ്പന്നമായ ചരിത്രത്തിലും വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളിലും അഗാധമായ ദാർശനിക തത്വങ്ങളിലും സമാധാനത്തിന്റെ സംസ്കാരം ആഴത്തിൽ വേരൂന്നിയതാണെന്നാണ് രുചിര കാംബോജ് പറഞ്ഞത്. അഹിംസയുടെ സിദ്ധാന്തത്തെ അവർ സമാധാനത്തിനായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയുടെ അടിത്തറ എന്നാണ് വിളിച്ചത്. പള്ളികൾ, ആശ്രമങ്ങൾ, ഗുരുദ്വാരകൾ, മോസ്കുകൾ, അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ, സിനഗോഗുകൾ എന്നിവയ്ക്കെതിരായ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്കാകുലരാണെന്നും ഈ പ്രവർത്തികൾക്ക് ആഗോള സമൂഹത്തിൽ നിന്ന് വേഗത്തിലുള്ളതും ഏകീകൃതവുമായ പ്രതികരണം ആവശ്യമാണെന്നും രുചിര കാംബോജ് തന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ലോകത്ത് ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളിൽ നിന്നും അസമമായ വികസനത്തിൽ നിന്നും ഉയർന്നു വരുന്ന കാര്യമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുത, വിവേചനം, മതം അല്ലെങ്കിൽ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ള അക്രമം എന്നിവ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് എന്നും അവർ പറഞ്ഞു. വിശുദ്ധമായതിനു നേരെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ പ്രത്യേകം ഉത്കണ്ഠാകുലരാണ്. അങ്ങനെയുള്ള ഇന്ത്യയെ താറടിക്കാൻ, കശ്മീരിനെ പറ്റിയും ഇന്ത്യൻ മുസ്ലിങ്ങളെ പറ്റിയും വാ തുറക്കാൻ സംശയാസ്പദമായ നിരവധി ട്രാക്ക് റെക്കോർഡുകളുള്ള പാകിസ്ഥാൻ വാ തുറക്കേണ്ടതില്ല എന്നാണ് ഇന്ത്യ അടിവരയിട്ട് പറഞ്ഞത്. തീവ്രവാദം സമാധാന സംസ്കാരത്തിന് നേർവിരുദ്ധമായി നിലകൊള്ളുന്നുവെന്നും ഭിന്നത വിതയ്ക്കുകയും ശത്രുത വളർത്തുകയും ചെയ്യുന്നുവെന്നാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത്. സമാധാനത്തിന്റെ യഥാർത്ഥ സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിന് അംഗരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും ഇന്ത്യൻ പ്രതിനിധി പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ സമാധാന സംസ്കാരം പരിപോഷിപ്പിക്കുന്നതിനും ലോകത്തെ ഒരു ഏകീകൃത കുടുംബമായി കാണുന്നതിനും അംഗരാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ആഗോള ഭൂപ്രകൃതിയിൽ സമാധാനത്തിന്റെ പ്രാധാന്യം പരമപ്രധാനമാണെന്ന് അവർ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ഏറ്റുമുട്ടലിനോ യുദ്ധത്തിനോ ഉപരിയായി നയതന്ത്രത്തെയും ആശയവിനിമയത്തെയും അനുകൂലിക്കാൻ രാഷ്ട്രങ്ങളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. തുറന്ന ആശയവിനിമയ സംഭാഷണവും ശാശ്വത സമാധാനം രൂപപ്പെടുത്തുന്നതിന് പരസ്പര ബഹുമാനവും ആവശ്യമാണ്. പുരാതന ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ സൗഹാർദ്ദത്തിന്റെയും അനുകമ്പയുടെയും മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും രുചിര കാംബോജ് പറയുന്നുണ്ട്. പാകിസ്ഥാന് ഇത്തരത്തിൽ കനത്ത മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ഇന്ത്യ സമാധാനത്തിന്റെ സംസ്കാരം അതിന്റെ സമ്പന്നമായ ചരിത്രത്തിലും വൈവിധ്യമാർന്ന പാരമ്പര്യങ്ങളിലും അഗാധമായ ദാർശനിക തത്വങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ്. വേദങ്ങളും ഉപനിഷത്തുകളും പോലുള്ള ഗ്രന്ഥങ്ങൾ ഐക്യം, അനുകമ്പ, അഹിംസ എന്നിവയുടെ മൂല്യങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇന്ത്യ ഹിന്ദുമതം, ബുദ്ധമതം, ജൈനമതം, സിഖ് മതങ്ങൾ എന്നിവയുടെ ജന്മസ്ഥലം മാത്രമല്ല, ഇസ്ലാം, യഹൂദമതം, ക്രിസ്തുമതം, സൗരാഷ്ട്രീയനിസം എന്നിവയുടെയൊക്കെ ശക്തി കേന്ദ്രം കൂടിയാണ്. പീഡിപ്പിക്കപ്പെടുന്നവർക്കുള്ള, വിശ്വാസികളെ അടിച്ചമർത്തുന്നവർക്കുള്ള ഒരു അഭയ കേന്ദ്രം, ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു ആശ്രയമൊക്കെയാണ് ഇന്ത്യ. ഇന്ത്യ മൂല്യങ്ങൾക്കനുസൃതമായി മാനവികത, ജനാധിപത്യം, അഹിംസ എന്നിവയുടെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധമായ രാജ്യമാണ്. ആ രാജ്യത്തോടാണ് പാകിസ്ഥാന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് യാതൊരുവിധ അവകാശവുമില്ല ഇന്ത്യയെ താറടിക്കാൻ എന്നതാണ് ഇന്ത്യൻ പ്രതിനിധി ഉറക്കെ പറഞ്ഞത്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദന, അവരുടെ യാതനകൾ, അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുടെ നെടുവീർപ്പുകൾ, ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ താറടിക്കാൻ, ഇന്ത്യയെ വിമർശിക്കാനായി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് ലോകം നൽകുന്നത്. പാകിസ്ഥാന്റെ വാക്കുകൾ പാഴ്വാക്കായി തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ കാണുന്നത്.